ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, T20 വേൾഡ് കപ്പിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ട് കുറച്ചധികം മണിക്കൂറുകളായി ഗൈസ്, കുറച്ച് തിരക്കിലായി പോയി. ഏതായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് എത്തിക്കേണ്ടത്? യെസ്, നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതും മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് തന്നെയായിരിക്കും സഞ്ജു ഈ ഒരു വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള സീരീസിനും അതേപോലെ തന്നെ വേൾഡ് കപ്പിലും ഒരേ ഒരു സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡുമായിട്ട് പറയാനുണ്ട്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ റോളിൽ ഇത്രയും ദിവസം കളിച്ചിട്ടുണ്ടായിരുന്ന ശുഭ്മാൻ ഗിൽ ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം ശുഭ്മാൻ ഗിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു കിഡിലോസ്കി പ്ലെയർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റിൽ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗിൽ ഒട്ടും അഡാപ്റ്റഡ് ആയിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അത് ടീം ഇന്ത്യയും അതുപോലെ തന്നെ ടീം ഇന്ത്യയുടെ മാനേജ്മെന്റും തിരിച്ചറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അക്സർ പട്ടേലാണ് ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ. അതേപോലെ ഇഷാൻ കിഷൻ ഈസ് ബാക്ക്. ഈ കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിലൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു ഇഷാൻ കിഷനിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അർഹിച്ച ആ ഒരു അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇഷാൻ കിഷൻ ഇന്ത്യയുടെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അതേപോലെ റിങ്കു സിംഗ് ഓൾസോ ബാക്ക് ഇൻ ദ സ്ക്വാഡ്, നോ ജിതേഷ് ഇൻ ദ സ്ക്വാഡ്. അത് തീർച്ചയായിട്ടും ഞെട്ടിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ജിതേഷ് ശർമ്മ ഉറപ്പായിട്ടും വേൾഡ് കപ്പ് കളിക്കുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മയും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള T20 സീരീസിലും ഇതേ സ്ക്വാഡ് തന്നെയായിരിക്കും. അതേപോലെ മുഹമ്മദ് സിറാജ് ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിലും ഇടം നേടിയിട്ടില്ല. ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും തന്നെയായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ട് ടീമിലുള്ളത്. ടീം ഇന്ത്യയുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ. യെസ്, ഇന്ദവാട്ടി മിസ്സേ ആവാതെ സഞ്ജു മലയാളി താരം വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഒരു ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. ബാക്കിയുള്ള താരങ്ങൾ തിലക് വർമ്മ, ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, ശിവം ദൂബെ, വാഷിംഗ്ടൺ സുന്ദർ. എന്തുകൊണ്ടും ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു ഗംഭീര സെലക്ഷൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ജയ്സ്വാൾ എവിടെ, അതേപോലെ ഋതുരാജ് ഗെയ്ക്വാദ് എവിടെ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും. പക്ഷേ റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കളിക്കുന്ന ടീം ഇന്ത്യയുടെ സ്ക്വാഡിൽ അവർക്ക് എവിടെയും കളിക്കാനുള്ള പൊസിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ വല്ലാതെ ഷോക്കഡ് ആണ്. കാരണം ശുഭ്മാൻ ഗില്ലിനെ അവർ ഒഴിവാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളും അങ്ങനെ കരുതിയിട്ടുണ്ടാവുമോ? ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഈ ഒരു സ്ക്വാഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കിടിലിന് സ്ക്വാഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു